ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായിട്ട് 5-ാം ദിവസം നല്ലൊരു ഗെയിൻ്റെ സെഷനായിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. 11,679 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 11,763 വരെ ഹൈ പോയി, തുടർന്ന് 11,739 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ടൈറ്റാൻ, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോകോർപ്പ്, മാരുതി, റിലയൻസ് ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇന്നും പ്ലോട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് സോണുകൾ 11,790, 11,800 ആ റേഞ്ചുകളിലാണ് നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് സോണുകൾ നോക്കുകയാണെങ്കിൽ 11,620 റേഞ്ചുകളിൽ നമുക്ക് നിഫ്റ്റിയിൽ അടുത്തൊരു സപ്പോർട്ട് സോണുകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ RSI ഇൻഡിക്കേറ്ററിൽ നോക്കുകയാണെങ്കിൽ ഓവർബോട്ട് റീജിയനിലേക്ക് ഏകദേശം റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. 63-64 ഇപ്പം RSI ഇൻഡിക്കേറ്ററിലെ വാല്യൂസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ ഫേവറബിൾ ആവുകയാണെങ്കിൽ നമ്മൾക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ 11,790 വരെയുള്ള റാലി നിലനിൽക്കുന്നു. ആ ഒരു ലെവലിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ, വരും ദിവസങ്ങളിൽ അതിനെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഒരുപക്ഷേ അടുത്തൊരു അപ് ട്രെൻഡിനുള്ള സാധ്യതകളും മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും സെക്കൻഡ് ക്വാർട്ടറിൻ്റെ റിസൾട്ട് സീസണുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ TCS ഇന്ന് അവരുടെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇനി നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു Q2 റിസൾട്ട്സുകളും പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇനി അടുത്തായിട്ട് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സിഗ്നൽസ് ആയിരുന്നു ഇന്നും ഒരു അപ് ട്രെൻഡിൻ്റെ സൂചനകളായിരുന്നു തന്നിരുന്നത്. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ ആ ഒരു അപ് ട്രെൻഡിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതായിട്ട് കാണുന്നു. ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ ഏകദേശം ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 23,200 റേഞ്ചിലാണ് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ നിലനിൽക്കുന്നത്. സപ്പോർട്ടുകൾ ഏകദേശം 22,700 റേഞ്ചുകളിൽ നമുക്ക് സപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു പാറ്റേണിനെ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിവേഴ്സൽ നെഗറ്റീവ് ആവും. അതല്ല ഈ ഒരു റേഞ്ചിനെ ഹോൾഡ് ചെയ്ത് വരും ദിവസങ്ങളിൽ 22,600 താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒരു കറക്ഷനുള്ള ഒരു സാധ്യതകളും ഉണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിൽ ഇന്നലെ ഒരു നെഗറ്റീവ് എൻഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നാസ്ഡാക്ക് 177 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ഉണ്ടായത്. ഇതിനുള്ള കാരണങ്ങൾ ശ്രദ്ധിച്ചാൽ US നമ്മൾ പറഞ്ഞതായിരുന്നു അടുത്തൊരു സ്റ്റിമുലസ് പാക്കേജിൻ്റെ ടോക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ നിലനിന്നു എന്നുള്ളത്. എന്നാൽ വളരെ പ്രതീക്ഷിതമായി ഇന്നലെ ട്രംപ് സ്റ്റിമുലസ് പാക്കേജിൻ്റെ നെഗോഷിയേഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്തു വെച്ചു. ഇനി ഒരു ഇലക്ഷൻ കഴിയുന്നത് വരെ, ഈ ഒരു US ഇലക്ഷൻ കഴിയുന്നത് വരെ, അതിനുശേഷമായിരിക്കും ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരിക എന്നാണ് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ അതിനുശേഷമായിരിക്കും ആരംഭിക്കുക എന്ന രീതിയിലാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് ആയിരുന്നു പ്രധാനമായിട്ടും US മാർക്കറ്റിനെ ഡൗണിലേക്ക് കൊണ്ടുപോയത്. യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് കണ്ടുവരുന്നത്. എല്ലാ മാർക്കറ്റിലും തന്നെ ഒരു നെഗറ്റീവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റിലും ഒരു മിക്സഡ് ട്രെൻഡ് കണ്ടുവരുന്നു. SGX നിഫ്റ്റി ഇപ്പോൾ 15 പോയിൻറ്റ്സ് ഡൗണിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഡിക്ലൈൻ വന്നിട്ടുണ്ട്. മാർക്കറ്റ് പയ്യെ ഒരു കറക്ഷൻ മോഡിലേക്ക് വരുന്നതായിട്ട് കാണാനുള്ളത്. എന്നിരുന്നാലും രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ആ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്യാനുള്ള സാധ്യതകളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു കറക്ഷനുള്ള ഒരു സാധ്യതകൾ ഇപ്പോഴത്തെ മാർക്കറ്റ് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ FIIൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നും നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടുണ്ട്. 1,093 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് 1,129 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലും ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. FII കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നല്ലൊരു പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരുന്നത് മാർക്കറ്റിന് നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ്. അടുത്തായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ അനാലിസിസിന് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞതായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു റേഞ്ച് ബൗണ്ടഡ് സെഷൻസ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു പ്ലോട്ട് ആയിട്ടുള്ളത്. അതുമാത്രമല്ല ആ ഒരു റേഞ്ചിൻ്റെ അപ്പർ ബാൻഡിനെ ബ്രേക്ക് ചെയ്താണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ അപ്പോളോ ഹോസ്പിറ്റലിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോൾഡിങ്ങിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. വീണ്ടും ഒരു ബുള്ളിഷിനുള്ളൊരു സൂചനകളാണ് അപ്പോളോ ഹോസ്പിറ്റൽ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ലോറസ് ലാബിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണാനുള്ളത്. ഇന്നും നല്ലൊരു നല്ലൊരു ഗെയിൻ കൊടുത്താണ് ഇന്ന് സ്റ്റോക്ക് എൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഏകദേശം നമുക്കൊരു 328 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ലോറസ് ലാബിലൊരു പോസിബിലിറ്റി നമ്മൾക്ക് നിലനിൽക്കുന്നുണ്ട്. ലോറസ് ലാബ് മാത്രമല്ല മെട്രോപോളിസ് അതുപോലെ തന്നെ തൈറോകെയർ ഈ ഒരു 2 സ്റ്റോക്കുകൾ ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നല്ലൊരു ഗെയിൻ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്റ്റോക്കുകളും ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി ആർത്തി ഡ്രഗ്സിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായിട്ടുള്ള ഒരു അപ്പർ സർക്യൂട്ടിൽ ലോക്കായിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല. ഓപ്പണിങ്ങിൽ തന്നെ സർക്യൂട്ട് ലിമിറ്റിൽ ലോക്കായിട്ടുണ്ടായിരുന്നു.
എന്നിരുന്നാലും ഇപ്പോൾ ഒരു 52 വീക്ക് ഹൈനെയും അതുപോലെ തന്നെ പ്രീവിയസ് ഹൈ റെസിസ്റ്റൻസ് സോണിനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് എൻഡായിരിക്കുന്നത്. ഒരു അപ് ട്രെൻഡിലുള്ള സൂചനകളാണ് ഈ ഒരു സ്റ്റോക്കിൽ ഇനിയും കണ്ടുവരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് നിങ്ങളുടെ റഡറിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഓവർബോട്ട് റീജിയനിലാണ് ഈ ഒരു സ്റ്റോക്കും ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നും ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എൻസൈംസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും നല്ല ബുള്ളിഷ് സിഗ്നൽസ് ആണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ്സ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നത്. വരും ദിവസങ്ങളിലൊരു 384 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ വീണ്ടും ഒരു എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. RSI ഇൻഡിക്കേറ്ററും നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഒരു ഓവർബോട്ട് റീജിയനിലാണ് ഈ ഒരു സ്റ്റോക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈഡിൽവെസ് ഫിനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സ്റ്റോക്ക് ഒന്ന് ട്രാക്ക് ചെയ്യാനായിട്ട്. നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഇന്നും നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് ഈ ഒരു സ്റ്റോക്ക് കാണിച്ചിരിക്കുന്നത്. അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഏകദേശം 71-72 റേഞ്ചിലാണ് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് അനലൈസ് ചെയ്യുക. നമുക്ക് ഏകദേശം 64, 70, 65 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ അടുത്തൊരു എൻട്രിക്കുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈഡിൽവിസിനെയും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ആഡ് ചെയ്ത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു സിമ്പിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്നത് ഒരു നെഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിലനിൽക്കുന്ന ഒരു ബുള്ളിഷ് സിഗ്നലാണ് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു ഇന്നലെ കഴിഞ്ഞ ദിവസം ആ ക്യാൻഡിലിനെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബ്രേക്ക് ചെയ്ത് എൻഡായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന ദിവസങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമ്മൾക്ക് ഇതിനൊന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു കൺഫർമേഷൻ, നമ്മൾക്ക് അടുത്തൊരു അപ് ട്രെൻഡിൻ്റെ കൺഫർമേഷൻ നമ്മൾക്ക് നിലനിൽക്കുന്നുള്ളൂ. ഇനി അതുപോലെ തന്നെ ബർജർ പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും ഇന്നൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്. ഒരു സ്പിന്നിംഗ് ടോപ്പ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് കാണാനുള്ളത്. നമുക്കതുകൊണ്ട് തന്നെ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു സൂചനകൾ ഒരു ഇൻഡിസിറ്റീവായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അപ് ട്രെൻഡിൻ്റെ ഒരു കൺഫർമേഷൻ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലോവിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ കൺഫർമേഷൻ നിലനിൽക്കുന്നു. വരും ദിവസങ്ങളിൽ ഒരു 612 മുകളിൽ ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ബർജർ പെയിൻസിലും ഒരു എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും, എൻട്രികളൊക്കെ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി വിപ്രോയിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ പറഞ്ഞു. എന്നിരുന്നാലും ഇന്ന് ഒരു പാറ്റേൺ നെഗേറ്റ് ചെയ്ത രീതിയിലാണ് ഇന്ന് ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. എന്നിരുന്നാലും അതിൻ്റെ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ ഇതിനൊരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒരു എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി നമ്മൾക്ക് നിലനിൽക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് PNB ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ബിയറിഷ് ക്യാൻഡിൽസ് ആണ് ഇന്നും പ്ലോട്ടായിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ആ ഒരു ഹൈനെ ഇന്ന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈനെ ബ്രേക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻട്രികളൊക്കെ ഹോൾഡ് ചെയ്താൽ എൻട്രികളൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഒരു നല്ലൊരു കുറേ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വരും ദിവസങ്ങളിൽ സ്റ്റോക്കുകളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും ഇന്നൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ടായിട്ടുള്ളത്. നമുക്ക് പറഞ്ഞ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ് എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി നമ്മൾക്ക് ഈ ഒരു സമയത്ത് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിലും അതുപോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസിലും നോക്കുകയാണെങ്കിൽ ഇതിലും ഒരു ഹൈന്ന് ബ്രേക്ക് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് എൻട്രികൾ ഈ ഒരു സമയത്ത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. ഇനി അതുപോലെ തന്നെ ടെക് മഹീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ബിയറിഷ് ക്യാൻഡിൽസ് ആണ് പ്ലോട്ടായിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് ടെക് മഹീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ പറഞ്ഞായിരുന്നു. എന്നിരുന്നാലും ഇന്നൊരു ഇൻഡിസിറ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷനാണ് നിലനിൽക്കുന്നത്. ഒരു ഡ്രാഗൺ ഫ്ലൈ പോലത്തെ ഒരു ഡോജി പാറ്റേൺ ആണ് കാണാനുള്ളത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു സാധ്യതകളാണ് ഈ ഒരു പാറ്റേൺ സൂചിപ്പിക്കുന്നത്. എന്നിരുന്നാലും നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഈ ടെക് മഹീന്ദ്രയിലുള്ള എൻട്രികൾ കൊടുക്കുന്നതായിരിക്കും സേഫായിട്ടുണ്ടാവുക. ഇനി അതുപോലെ തന്നെ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിലേക്ക് വരുമ്പോൾ ഇതിലൊരു ബിയറിഷ് ക്യാൻഡിൽസ് ആണ് ഇന്നും തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നൊരു കൺഫർമേഷൻ തരുന്ന രീതിയിൽ ഒരു ബിയറിഷ് റിവേഴ്സലിൻ്റെ കൺഫർമേഷൻ തരുന്ന രീതിയിലാണ് ഇന്നത്തെ പാറ്റേൺ ഫോർമേഷനും ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ മാർക്കറ്റ് ഒരു സെല്ലിംഗ് സൈഡിലേക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റിനെയും അതുപോലെ തന്നെ ശ്രീറാം ട്രാൻസ്പോർട്സിനെയും നമ്മൾക്കൊന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ശ്രീറാം ട്രാൻസ്പോർട്സിലും ഇപ്പോൾ ഒരു കൺഫർമേഷൻ തരുന്ന രീതിയിലാണ് ഇന്നത്തെ പാറ്റേൺ ഫോർമേഷൻ നിലനിൽക്കുന്നത്. ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടുവരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകൾ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഇത് മാത്രമല്ല അദാനി ട്രാൻസ്മിഷൻ്റെ ഒരു സ്റ്റോക്കും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതിലും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ 52 വീക്ക് ഹൈ റീച്ച് ആയ സ്റ്റോക്കുകൾ, ആ ഒരു സ്റ്റോക്കുകളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഇത് ലാർജ് ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ മൈൻട്രി, വിപ്രോ, ഹീറോ മോട്ടോകോർപ്പ്, ഇൻഫോസിസ്, ബർജർ പെയിൻറ്റ്സ്, ഏഷ്യൻ പെയിൻറ്റ്സ് ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ നിലനിൽക്കുന്നുണ്ട്. മൈൻട്രിയിലും തീർച്ചയായിട്ടുള്ള ഒരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിലേക്ക് കൺസിഡർ ചെയ്യുക. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യമേ തന്നെ
ഇന്നത്തെ ഒരു സെക്ടറൽ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ അതുപോലെ തന്നെ നിഫ്റ്റി IT ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സെക്ടറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മീഡിയയും റിയാലിറ്റിയും ആയിരുന്നു ഏറ്റവും കൂടുതൽ ലോസ് ഇന്ന് മാർക്കറ്റിൽ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി ഒരു പുതിയൊരു അപ്രോച്ചുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ സെറ്റിൽമെൻറ്റുകളെല്ലാം T+2 ട്രേഡിംഗ് നടന്നതിന് ശേഷം 2 ദിവസത്തിലാണ് ഒരു സെറ്റിൽമെൻറ്റുകളൊക്കെ നടക്കുന്നത്. അത് T+1 ആയിട്ട് മാറ്റുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു ഫീസിബിലിറ്റി ഇങ്ങനെ ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് നടന്നതിൻ്റെ പിറ്റേ ദിവസം സെറ്റിൽമെൻറ്റ് നടക്കുന്ന രീതിയിൽ പോകും. കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഫീസിബിലിറ്റികളൊക്കെയാണ് ഇപ്പോൾ അന്വേഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ നമ്മൾ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ തന്നെ മസാഗോൺ IPOനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 12-ാം തീയതിയാണ് ലിസ്റ്റ് ആകാൻ പോകുന്നത്. ഇന്ന് വന്നൊരു അപ്ഡേറ്റുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്രേ മാർക്കറ്റിൽ 79% പ്രീമിയത്തിലാണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകുമെന്ന രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റി അവർ ഏകദേശം 5512 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിലയൻസിൻ്റെ റീറ്റെയിൽ വെഞ്ചേഴ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 1.2% സ്റ്റേക്ക് എടുക്കുന്ന രീതിയിൽ ഇവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതോടുകൂടി റിലയൻസ് റീറ്റെയിലിൽ ഇപ്പോൾ 37,710 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പല ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഹെൽത്ത് AGയുമായിട്ട് അവർ ഒരു ഡീൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു ഗോ ടു മാർക്കറ്റ് പ്ലാറ്റ്ഫോമൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ഇത് ഇവർക്ക് ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. IRCTCനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഫെസ്റ്റിവൽ സീസണൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് തേജസ് എക്സ്പ്രസ് ട്രെയിൻസിൻ്റെ ഓപ്പറേഷൻസ് അവർ വീണ്ടും ആരംഭിക്കാൻ പോകുന്നു. ഒക്ടോബർ 17-ാം തീയതി ആരംഭിക്കും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. കൊറോണ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു ഓപ്പറേഷൻസ് എല്ലാം നടക്കുക എന്നും അപ്ഡേറ്റുകളിൽ പറയുന്നുണ്ട്. ഇന്ന് TCSൻ്റെ ഏണിങ്സ് റിലീസ് വരാൻ പോവുകയാണ്. അവരുടെ ഒരു ഏണിങ്സ് എസ്റ്റിമേറ്റുകൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്ന രീതിയിലാണ് എസ്റ്റിമേറ്റുകളെല്ലാം തന്നെ കാണിക്കുന്നത്. റവന്യൂവിൽ ഏകദേശം 2% വർധനവും അതുപോലെ നെറ്റ് പ്രോഫിറ്റിൽ 13% വർധനവും ഉണ്ടാകുമെന്നാണ് എസ്റ്റിമേറ്റുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ ഇവർക്ക് നടക്കുന്ന ഡീൽ വിൻസും അതുപോലെ തന്നെ ഓർഡർ വിന്നുകളെല്ലാം തന്നെ റവന്യൂവിൽ നല്ലൊരു ഗ്രോത്ത് കൊടുക്കും. അതുപോലെ തന്നെ ഗ്രോത്തും ഇന്ത്യ ബിസിനസ്സിലും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന രീതിയിലും ഇവരുടെ എസ്റ്റിമേറ്റുകളിൽ പറയുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു TCSൻ്റെ ഏണിങ്സ് റിലീസ് ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ Q2 ബിസിനസ് അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ കസ്റ്റമർ ഫ്രാഞ്ചൈസീസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊരു വർധനവ് വന്നിട്ടാണ് കാണിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 30 വരെയുള്ള ഡാറ്റ പ്രകാരം. അതുപോലെ തന്നെ പുതുതായിട്ട് 1.2 മില്യൺ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ലോൺ ബുക്കിൽ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 44% ഡിക്ലൈനും വന്നു എന്ന് പറയുന്നു. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ കമ്പനിക്കുള്ള നല്ലൊരു ലിക്വിഡിറ്റി പൊസിഷനിലാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലിക്വിഡിറ്റിയിൽ നിലനിൽക്കുന്നു എന്നും പറയുന്നു. എന്നിരുന്നാലും ഇവർക്ക് പ്രൊവിഷനിങ്ങിലും ഒരു വർധനവ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവർക്കൊരു ഇന്ന് ഡൗണിലേക്ക് പോകാൻ കാരണമായിട്ട് നിന്നത്. ഇനി ടൈറ്റാനിലേക്ക് വരുമ്പോൾ അവരുടെ Q2 ബിസിനസ് അപ്ഡേറ്റിൽ ജ്വല്ലറി ഡിവിഷനിൽ ഏകദേശം 98% റിക്കവറി റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോഴ്സിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ നമ്പേഴ്സിലും ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നു എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറയുന്നു. മെട്രോ സിറ്റികളിൽ അവരുടെ റിക്കവറി റേറ്റുകളെല്ലാം വളരെ ഗ്രാജുവലായിട്ട് നടക്കുന്നു. എന്നിരുന്നാലും നോൺ മെട്രോസിൽ വളരെ പെട്ടെന്നുള്ളൊരു റിക്കവറിയാണ് ഉണ്ടായിരിക്കുന്നതെന്നും പറയുന്നു. അപ്പോൾ ഇത് ഇവർക്ക് ഇന്നൊരു പോസിറ്റീവ് ന്യൂസായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് കാത്തലിക് സിറിയൻ ബാങ്കിലേക്ക് വരുമ്പോൾ അവർക്ക് അഡ്വാൻസസിൽ 12% വർധനവും ഡെപ്പോസിറ്റിൽ 12.6% വർധനവും ഉണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ CASA റേഷ്യോയും ടേം ഡെപ്പോസിറ്റ് റേഷ്യോ എല്ലാത്തിലും തന്നെ നല്ലൊരു വർധനവും ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ഗ്ലെൻമാർക്കിനെ സംബന്ധിച്ചിടത്തോളം USFDAൻ്റെ ഭാഗത്തു നിന്ന് അവർക്കൊരു ക്യാപ്സ്യൂളിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവർക്ക് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടായിരുന്നു നിന്നത്. അപ്പോൾ ഇനി നമ്മൾക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 9-ാം തീയതി ഇതിൻ്റെ ഔട്ട്കം വരാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ന്യൂസിനെ ട്രാക്ക് ചെയ്യുക. US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റിമുലസ് പാക്കേജിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളെല്ലാം തന്നെ ഇപ്പോൾ ഹോൾഡിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വീണ്ടും ഒരു ഇമ്പാക്റ്റുകൾ നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും ഇനിയിപ്പോൾ US ഇലക്ഷൻ ഡേറ്റുകളും അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വോളറ്റിലിറ്റികളും ഇനി മാർക്കറ്റിൽ കൂടുതലായിട്ടും പ്രതീക്ഷിക്കാം. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് സെക്കൻഡ് ക്വാർട്ടറിൻ്റെ റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മൊറട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം ഹിയറിംഗ് വരാൻ പോകുന്നു. മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റുകൾ വരാൻ പോകുന്നു. ഇങ്ങനെ കുറച്ച് നമുക്ക് സുപ്രധാനമായ ചില വാർത്തകൾ നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ആ ഒരു വാർത്തകളും ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ അറിയിക്കുക. ഈ ഒരു പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷമുള്ള എൻട്രികൾ കൊടുക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.